ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത്. ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ 7 BB ഹോട്ടൽ ടാസ്ക് വീട്ടിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായി BB ഹോട്ടൽ ടാസ്കിൻ്റെ ഗസ്റ്റുകളായിട്ട് ശോഭ വിശ്വനാഥും ഷിയാസ് കരീമും എത്തിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് മുൻപ് പുറത്തുവിട്ടൊരു പ്രൊമോയിലൂടെ ഷിയാസ് കരീമും ശോഭ വിശ്വനാഥുമാണ് BB ഹോട്ടൽ ടാസ്കിൻ്റെ ഗസ്റ്റ് എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും നല്ല രീതിയിൽ തന്നെ ഈ ഒരു BB ഹോട്ടൽ ടാസ്കിൻ്റെ ഗെയിമുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ഉദ്യോഗഭരിതമായ നിമിഷങ്ങളിലൂടെയാണ് BB ഹോട്ടൽ ടാസ്ക് പരിസമാപ്തിയിലേക്ക് എത്താനും പോകുന്നത്. ഏകദേശം 3 ദിവസത്തോളം ഗസ്റ്റുകൾ ഈ ഒരു ബിഗ് ബോസ് വീട്ടിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആദ്യം തന്നെ ശോഭ വിശ്വനാഥ് വന്ന സമയം മുതൽ ലക്ഷ്മിയാണ് പ്രധാനമായിട്ടും ചലഞ്ച് ചെയ്യുന്നത്. ലക്ഷ്മിയെ തന്നെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വീട്ടുകാരിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിക്കൊണ്ട് നൂറയോട് ആദിലയെ പ്രപ്പോസ് ചെയ്യാനായിട്ട് പറയുന്നു. അങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നു. ആദിലും നൂറയും റോസാപ്പൂവൊക്കെ കൈമാറുന്നുണ്ട്. പരസ്പരം കിസ് ചെയ്യുന്നു, ഹഗ് ചെയ്യുന്നു. അതിനുശേഷം ചിലരൊക്കെ ഇവിടെ നിങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാർ എന്ന് പറയുന്നത് കേട്ടു. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരണം, ഇവിടെ നിന്നും ഇറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങളെ എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ് എന്നുള്ളതൊക്കെ ശോഭ വിശ്വനാഥ് പറയുന്നുണ്ട്. ശേഷം എൻ്റെ വീട്ടിൽ 4 പട്ടിക്കുട്ടികളും 3 പൂച്ചക്കുട്ടികളും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ആദിൽ പറയുന്നുണ്ട്, എന്തുകൊണ്ട് ഈ മനുഷ്യരെക്കാൾ എത്രയോ നല്ലതാണ് ഈ മൃഗങ്ങൾ എന്നുള്ളതൊക്കെ. ശേഷം ഷിയാസ് കരീമും ഇവരോട് തന്നെ പറയുന്നുണ്ട്, എൻ്റെ വൈഫ് പ്രത്യേകം നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. അതിനുശേഷം ശോഭ വിശ്വനാഥ് പറഞ്ഞ് നിങ്ങളിൽ ആരൊക്കെ ഇവരെ നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റും എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഭൂരിഭാഗം എല്ലാവരും കൈ പോക്കുന്നുണ്ട്. ലക്ഷ്മി മാത്രം കൈ പൊക്കുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ആദിലയുടെയും ഈ ഒരു നൂറയുടെയും സ്നേഹപ്രകടനങ്ങൾ ഇത് പരസ്പരം കണ്ടുകൊണ്ട് ലക്ഷ്മി ഒന്നുമല്ലാതെ അവിടെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് ലൈവിൽ കാണാനായിട്ട് സാധിച്ചത്. ലക്ഷ്മി പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് എത്രത്തോളം അതിനോട് ഓരോ പ്രേക്ഷകർക്കും എത്രത്തോളം വിദ്വേഷമുണ്ട്, എത്രത്തോളം എതിർപ്പുണ്ട് എന്നുള്ള ആ ഒരു ഗെയിമാണ് ശോഭ വിശ്വനാഥ് ഇപ്പോൾ അവിടെ ലക്ഷ്മിയോട് പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അതിന് മുൻപ് തന്നെ ലക്ഷ്മിയുടെ മനസ്സ് മുഴുവൻ അഴുക്കാണ്, ഒന്ന് കുളിച്ചിട്ട് വരൂ എന്നുള്ളതൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ലക്ഷ്മി അവിടെ കുളിക്കാനായിട്ടൊക്കെ പോയി പിന്നീട് തിരിച്ചു വന്നു. എന്തായാലും ശോഭ വിശ്വനാഥ് നല്ല രീതിയിൽ തന്നെ ലക്ഷ്മിയെ ട്രിഗർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും ശോഭ നല്ല രീതിയിലുള്ളൊരു ഗെയിം കളിക്കുന്നതായാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഷിയാസ് കരീമും അതുപോലെ തന്നെ. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 5 ഒരു സ്ട്രോങ് അയേൺ ലേഡി തന്നെയായിരുന്നല്ലോ ശോഭ വിശ്വനാഥ്. ഷിയാസ് കരീമിനെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് അറിയില്ല. അവരുള്ള സമയത്തുള്ള സീസൺ ഞാൻ കണ്ടിട്ടില്ല. സോ ബിഗ് ബോസ് മലയാളം സീസൺ 7 കൂടുതൽ അപ്ഡേഷനുമായി നമ്മൾ കൂടി ചെയ്യുന്നതായിരിക്കും.